السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اغفر لنا ولوالدينا ولمن تعلقوا بنا يا أرحم الراحمين. ഇനി നമുക്ക് പറയാനുള്ളത് നസ്ബുൽ ഫിഅൽ മുളാരി എന്ന പാഠത്തിലെ അതിൻ്റെ പാഠത്തെക്കുറിച്ചും അതുപോലെ തന്നെ അതിലെ തംരീനാത്തുകളുമാണ്. അപ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് എഴുതിയതാണ്. അത്തിൽമീദ് നാജിഹുൻ എന്നുള്ളത് എന്താണ്? ഇവിടെ ജുംലത്തുൻ ഇസ്മിയയാണ്. അത് ജുംലത്തുൽ ഫീലിയാക്കുമ്പോൾ നജഹത്തിൽമീദ് എന്നുണ്ടാവും. അതുപോലെ തന്നെ ഖാമത്തുൽ മുഅല്ലിമത്തു എന്നുള്ളത് എന്താണ്? ഇവിടെ ഫീലിയാണ്. അതിനെ ഇസ്മിയാക്കുമ്പോൾ അൽ മുഅല്ലിമത്തു ഖായിമത്തുൻ എന്നുണ്ടാവും. അത് കഴിഞ്ഞ പാഠം ഓർക്കാൻ വേണ്ടി എഴുതി വെച്ചാണ്. ഏതായാലും പാഠത്തിലെ ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഉരീദു അൻ ഉഹ്സിന സിബാഹ, നന്നായി നീന്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അർജു അൻ യഅ്തദിലൽ ജവ്വ, അന്തരീക്ഷം ശാന്തമാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യസുറൂനി അൻ തസൂറന, നിങ്ങളുടെ സന്ദർശനം എന്നെ സന്തോഷിപ്പിക്കുന്നു. അത് അന്നിൻ്റെ മുൻദാഹരണങ്ങൾ. ഓക്കെ, അന്നുള്ള ഉദാഹരണങ്ങൾ. പിന്നെ ലന്ന് വന്നത് ലൻ അക്ദിബ, ഞാൻ കളവ് പറയില്ല. ലൻ യഫൂസ് അൽ കസ്ലാൻ, മടിയൻ വിജയിക്കില്ല. ലൻ അൽരിബൽ ഖിത്ത, ഞാൻ എന്ത് ചെയ്യില്ല? പൂച്ചയെ അടിക്കില്ല. പിന്നെ ഇതൻ തർബഹ് തിജാറത്തക്ക തുജീബു ബിദാലിക മൻ ഖാല സഅകൂനു അമീനൻ. ഏതായാലും ഞാൻ വിശ്വസ്തനാകുമെന്ന് പറഞ്ഞാളുടെ മറുപടി എന്താണ്? ഇതൻ തർബഹ് തിജാറത്തക്ക. അതിൻ്റെ അർത്ഥം നോക്കുക. എന്ത്? ഞാൻ വിശ്വസ്തനാവും എന്ന് പറഞ്ഞ ആളോട് മറുപടി പറയുക എന്ത്? അപ്പോൾ കച്ചവടത്തിൽ നിനക്ക് ലാഭമുണ്ടാവും. ഓക്കെ. പിന്നെ രണ്ടാമത്തത്, അത് ചെറിയ മാറ്റമുണ്ട്, ക്രമത്തിൽ മാറ്റം, നിങ്ങൾ ശ്രദ്ധിക്കാം. ഏതായാലും ഇതൻ തുഖീമ ഇന്ധന, അപ്പോൾ എന്ത് ചെയ്യും? രണ്ടാമത്തത്, അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് താമസിക്കും. തുഖീമ, നിങ്ങൾ താമസിക്കും. ഇന്ധന, ഞങ്ങളുടെ അടുത്ത് താമസിക്കും. അതെപ്പോഴാണ്? എന്തിനുള്ള മറുപടിയായിട്ട് പറയാം? തുജീബ് വിദാലിക്ക്, ഇതുകൊണ്ട് മറുപടി പറയും. മൻ ഖാല സ അസൂർ മദീനത്തുക്കും എന്ന് പറഞ്ഞ ആളോട് അല്ലേ, ഞാൻ എന്ത് നിങ്ങളുടെ പട്ടണം ഞാൻ സന്ദർശിക്കുമെന്ന് പറഞ്ഞ ആളോടാണ് എന്ത് പറയുക? അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് താമസിക്കും. പിന്നെ മൂന്നാമത്തെ എന്താണ്? ഇതൻ യഫ്സുദുൽ ഹവാ, അപ്പോൾ എന്ത് ചെയ്യും? വായു മോശമാവും, അന്തരീക്ഷം മോശമാവും. എപ്പോൾ? തുജീബ് ബിദാലിക്ക, ഇങ്ങനെ പറഞ്ഞാൽ അതിന് മറുപടി ആയിട്ട് കേട്ടോ. മൻ ഖാല സഅഗ്ലിക്കുൻ നവാഫിദ, ജനലുകൾ ഞാൻ അടക്കും എന്ന് പറഞ്ഞാൽ അവനിക്ക് മറുപടി അങ്ങനെ പറയുക? ഇതൻ യഫ്സുദുൽ ഹവാ. അപ്പോൾ ഈ പാടൊക്കെ ഓർമ്മ ഉണ്ടാവില്ലേ? മറന്നിട്ടുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒന്നുമില്ല. അന്നെ, ലന്നെ, ഇതൻ, അതുപോലെ തന്നെ കയ്യും പറയാണ്ട്, കൈ വിട്ടുപോയി. കയ്യിൻ്റെ ഉദാഹരണങ്ങൾ നോക്കുക. ജീത്തു കൈ അതഅല്ലമ, ഞാൻ പഠിക്കാൻ വേണ്ടി വന്നു. അതുപോലെ തന്നെ ഖറജത്തു കൈ അതനസ്സഹ, ഞാൻ ഉല്ലാസത്തിന് വേണ്ടി പുറപ്പെട്ടു. അതഅല്ലമു, ഞാൻ പഠിക്കുന്നു. കൈ അഖ്ദുമൽ വതന, രാജ്യത്തെ സേവിക്കാൻ വേണ്ടി. ഓക്കെ. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ അർത്ഥങ്ങളൊക്കെ വെച്ചൊന്നും കൂടി മനസ്സിലാക്കാം. പിന്നെ ഇതിൻ്റെ കായിദ എന്താ? വളരെ സിമ്പിളാണ് കായിദ. യുൻസബുൽ ഫിൽ മുലാരി ആ ഫിലിനിക്ക് നസ്ബ് ചെയ്യപ്പെടും. മറ്റാ സബഖഹു, മുൻകടന്നാൽ, അല്ലേ, വന്നാൽ അല്ലെങ്കിൽ മുൻകടന്നാൽ. അഹദുൻ നവാസിബിൽ അർബഅ, നസ്ബ് ചെയ്യുന്ന 4 അർഫുകളിൽപ്പെട്ട ഒന്ന് മുൻകടന്നാൽ. ആ 4 അർഫുകൾ ഏതൊക്കെയാണ്? അല്ലൻ, കൈ, ഇതൻ. ഇവകളിൽ ഏതെങ്കിലും ഒന്ന് മുലാരിയായ ഫീലിൻ്റെ മുമ്പിൽ വന്നാൽ ശേഷമുള്ള മുലാരിയായ ഫീല് മൻസൂബായി മാറും. മുലാരിയായ ഫീലിൻ്റെ സാധാരണയുള്ള സാഹചര്യം എന്താണ്? മർഫു ആണ്. ഓക്കെ. പിന്നെ അതിനർത്ഥം മുലാരിയായ ഫീലിന് മുമ്പ് നാസിബ് വന്നാൽ അത് നസ്ബ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ മുലാരിയായ ഫീലിലേക്ക് നസ്ബ് ചെയ്യപ്പെടും. അതാണ് കായിദ. അത്രയേ ഉള്ളൂ. യുൻസബുൽ ഫിൽ മുലാരി മത്താ സബഖു അഹദുൻ നവാസിബിൽ അർബഅ വഹിയ അല്ലൻ കൈദൻ. അല്ലൻ കൈദനിൽ നിന്നുള്ള 4 ഹർഫ് വന്നാൽ ഹർഫ് മുലാരിയായ ഫീലിന് മുമ്പിൽ വന്നാൽ ആ മുലാരിയായ ഫീൽ എന്തായി മാറും? നസ്ബ് ചെയ്യപ്പെടും. സാധാരണ യഫ്അലു എന്ന് പറയാൻ നമ്മൾ സാധാരണ പറയാറുള്ളത് ചെയ്യുന്നു. എന്നാൽ അന്ന് വന്നു, അപ്പോൾ ലൻ യഫ്അല. ഇനി ഏത് വന്നു? ലന്ന് വന്നു. ലൻ അഫ് അല ഒക്കെ അവസാനം ഫത്ഹായി മാറാണ്, നസ്ബ് ആവാണ്. അതുപോലെ തന്നെ കൈ അത് ഹബ, കൈ യത് ഹബ, അവൻ പോവാൻ വേണ്ടി. അതുപോലെ തന്നെ ഇതൻ യത് ഹബു. ഓക്കെ, ഇതൻ യത് ഹബ. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്? നസ്ബിൻ്റെ സാഹചര്യങ്ങൾ എന്ന് മനസ്സിലാക്കുക. കയ്യ് ഇതൻ എന്താണ്? ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കണ്ട. എന്തെങ്കിലും പറഞ്ഞാൽ അവനിക്ക് മറുപടി പറയാനൊക്കെയാണ് എന്ത്? ഇതൻ ഉപയോഗിക്കട്ടോ. ഒരാൾ പറഞ്ഞു എന്ത്? ഞാൻ നിങ്ങളുടെ നാട് സന്ദർശിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറയാം എന്ത്? അപ്പോൾ നിങ്ങൾ സന്ദർശിക്കുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ അടുത്ത് നിൽക്കുക. അതാണ്, അത്രേ ഉള്ളൂ. ഇതൻ തൊക്കൈമ ഇന്ധന, അങ്ങനത്തെ ഒരു ഉദാഹരണങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. പിന്നെ നമുക്കിതിൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളായിരുന്നു അല്ലേ.
പാഠം ബഹ്സ് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഖായിദ നിങ്ങൾ അങ്ങനെ തന്നെ കാണാതെ പഠിക്കട്ടോ. പിന്നെ ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ഒന്നാമത് ഇഖ്റഅൽ ജുംലൽ ആത്തിയ വഅയിനിൽ അഫ്ആൽ മുളാരിയ മൻസൂബ ഫീഹ വദ്കുരി സബബ ഫീ നസ്ബി കുല്ലി മിൻഹ എന്നാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് അറിയില്ല. ഏതായാലും ഇതൊക്കെ അധികം ആളുകളും എഴുതിയിട്ടുണ്ട്. എഴുതാത്തവർ ഇത് നോക്കി എഴുതുക. പിന്നെ അതുപോലെ തന്നെ എന്ത് തെറ്റുള്ളവരൊക്കെ തിരുത്തുകയും ചെയ്യാം. ഒന്നാമത്തെ ഉദാഹരണം എന്താണ്? ലൻ യബിയ അബി ഹിസാനഹു, എൻ്റെ ഉപ്പ കുതിര വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ എന്താണ്? അൽ മുളാരി മൻസൂബ് ഏതാണ്? അൽ ഫിഉൽ മുളാരി മൻസൂബ് ഏതാണ്? അൻ ലൻ യബിഅ എന്നുള്ളതാണ്. സബബുൻ നസ്ബ്, നസ്ബ് കൊടുക്കാനുള്ള കാരണം എന്താ? സബഖതുഹു ലനിൻ നാസിബ, നസ്ബ് ചെയ്യുന്ന ലന്ന് മുൻകടന്നു. നമ്മൾ മുമ്പ് മറ്റു രൂപത്തിലായിരുന്നു ഇത്. അങ്ങനെയെങ്കിലൊക്കെ എഴുതിയാൽ മതി കേട്ടോ. ലി സബഖഹി ലൻ ഖബിലഹു, അങ്ങനെ ഇതാ ഇതെന്താണ്? മറ്റു രൂപമാണ് കേട്ടോ. അത് രണ്ടാമത്തെ എന്താണ്? ഹസസ്തു ഷജറത്ത, മരത്തെ ഞാൻ കുലുക്കി. കൈ യസ്കുത്ത സിമാറ, അതിലെ പഴങ്ങൾ വീയാൻ വേണ്ടി. അപ്പോൾ കൈ യസ്കുത്ത അല്ലേ. അപ്പോൾ ഇവിടെ പുതിയ മുതാരി മൻസൂബ് യസ്കുത്ത. അതിൻ്റെ കാരണം എന്താണ്? സബഖത്തുഹു കൈ നാസിബ, നസ്ബ് ചെയ്യുന്ന കൈ മുൻകടന്നു. ഓക്കെ. പിന്നെ അടുത്തത് ലാ യജൂസു ലിൽ ഇൻസാനി അൻ യജ്ലിസ ഫീ മജ്റൽ ഹവാ, കാറ്റടിക്കുന്ന സ്ഥലത്ത് ഇരിക്കൽ ഒരു മനുഷ്യനിക്ക് നല്ല പറ്റുകയില്ല. അപ്പോൾ ഇവിടെ എന്താണ്? അൻ യജ്ലിസ എന്നായിരുന്നു ഫിഉൽ മുളാരി മൻസൂബ്. അതിൻ്റെ കാരണം എന്താണ്? സബഖതുഹു, അത് മുൻകടന്നിരിക്കുന്നു. അൻ അതിനെ മുൻകടന്നിരിക്കുന്നു. അൻ നാസിബ, ഫിഉൽ മുളാരിക്ക് നസ്ബ് ചെയ്യുന്ന. പിന്നെ അടുത്ത് എന്താണ്? ഫതഹ്തു നവാഫിദൽ ഹുജ്റത്തി, റൂമിൻ്റെ വാതിലുകൾ ഞാൻ തുറന്നു. കൈ യതജദ്ദദ ഹവാഹുവ, അവിടുത്തെ കാറ്റ് നന്നാവാൻ വേണ്ടി. ഇവിടെ കൈ യതജദ്ദദ നാസിബും അതുപോലെ തന്നെ മൻസൂബ യതജദ്ദദയും. അപ്പോൾ ഇവിടുത്തെ കാരണം കൈ നാസിബ സബഖത്തുഹു, മുൻകടന്നിരിക്കുന്നു. സബഖത്ഹു, ഇതിനെ മുൻകടന്നിരിക്കുന്നു. കൈ മുൻകടന്നിരിക്കുന്നു. കൈ അങ്ങനത്തെ കൈയാണ് അന്നാസിബ. അതുപോലെ തന്നെ അടുത്തത് എന്താണ്? കുൻ മുഅദ്ദബൻ കൈ തക്കൂന മഹ്ബൂബ, നീ നല്ല അദബുള്ള വിദ്യാർത്ഥിയാവണം. കൈ തക്കൂന മഹ്ബൂബൻ, നീ ഇഷ്ടപ്പെടുന്നവനാകാൻ വേണ്ടി. അപ്പോൾ ഇവിടെ കൈ തക്കൂന. അപ്പോൾ കൈ തക്കൂനയാണ് ഇവിടുത്തെ. തക്കൂനയാണ് ഫിഉൽ മുളാരി മൻസൂബ്. കാരണം സബഖതുഹു, ഈ തക്കൂനയെ മുൻകടന്നിരിക്കുന്നു. കൈ അന്നാസിബ, നസ്ബ് ചെയ്യുന്ന കൈ. പിന്നെ അടുത്തെന്താ? ആറാമത്തെ ഇതിൽ ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയതാണ്. എസ്തഖലുൽ ഇൻസാനു ബിൻ നഹാരി വയനാം വില്ലൈലി എന്നല്ല. അതെന്തുകൊണ്ട് ഇവിടെ വിട്ടുപോയതിന് കാരണങ്ങൾക്കറിയാം. ഇവിടെ എന്തില്ല? ഫിഉൽ മുളാരി മൻസൂബ് ഉദാഹരണത്തിൽ ഇല്ലല്ലോ. ഫിഉൽ മുളാരി മൻസൂബ് പറഞ്ഞാൽ അല്ലൻ കൈ ഇതനിൽ ഏതെങ്കിലും ഒന്ന് വരണമെന്നായിരുന്നു. പക്ഷേ ആറാമത്തെ ഉദാഹരണത്തിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ എഴുതാത്തത്. അപ്പോൾ 6ൽ നേരെ എന്ത് ചെയ്തേക്കണം? ഇങ്ങനെ ഇല്ല എന്ന് നമ്മൾ എഴുതിയേക്കണം കേട്ടോ. പിന്നെ അടുത്തെന്തായിരുന്നു? ഏഴാമത്തത് യജിബു അലൈക്കാൻ തുനല്ലിഫ അസ്നാനക കുല്ല യൗമിൻ, എല്ലാ ദിവസവും പല്ല് വൃത്തിയാക്കൽ നിനക്ക് നിർബന്ധമാണ്. അൻ തുനല്ലിഫ അസ്നാനക കുല്ല യൗമിൻ. അപ്പോൾ ഇവിടെ അൻ തുനല്ലിഫ എന്നായിരുന്നു. അപ്പോൾ തുനല്ലിഫ എന്നാണ് ഇവിടുത്തെ ഫിഉൽ മുളാരി മൻസൂബ്. കാരണം സബഖത്തുഹു, തുനല്ലിഫയെ മുൻകടന്നിരിക്കുന്നു. അന്ന് മുൻകടന്നിരിക്കുന്നു. അൻ നാസിബ, നസ്ബ് ചെയ്യുന്ന അന്ന് മുൻകടന്നിരിക്കുന്നു. പിന്നെ അടുത്തത് അൻ നസ്ബ് ചെയ്യുന്ന അന്ന് മുൻകടന്നിരിക്കുന്നു. അടുത്തത് എന്താണ്? ഇദൻ യസിഹ ബദനുക, അപ്പോൾ നിന്റെ ശരീരം നല്ല ആരോഗ്യമുള്ളതാകും. തുജീബു ബിദാലിക, ഇതുകൊണ്ട് നീ പറയും. മൻ ഖാല, ഇങ്ങനെ പറഞ്ഞവനോട്. എങ്ങനെ പറഞ്ഞു? സഅതദു അത്തബിക്കീറ ഇലൻ നൗം, ഞാൻ നേരത്തെ ഉറങ്ങുന്നു, നേരത്തെ ഞാൻ ഉറങ്ങൽ പതിവാക്കുന്നു എന്ന് പറഞ്ഞ ആളുകളോട് എന്താണ് മറുപടി പറയുക? ഇതൻ, അപ്പോൾ യസിഹ ബദനക, നിന്റെ ശരീരം എന്താകും? നല്ല ആരോഗ്യ ദൃഢഗാത്രനായി മാറും. അപ്പോൾ ഇതൻ യസിഹ എന്നാണ് ഇവിടെ. സബഖതുഹു, അവിടെ മുൻകടന്നിരിക്കുന്നു. ആര്? ഇതൻ അന്നാസിബ, നസ്ബ് ചെയ്യുന്ന ഇതൻ ഇവിടെ മുൻകടന്നിരിക്കുന്നു. അടുത്തത് ഇതൻ യളഫു ബസറഹു, അവൻ്റെ കാഴ്ച യളഫു ഇല്ല ബലഹീനമാകും. അപ്പോൾ സബഖതുഹു ഇതൻ അന്നാസിബ, നസ്ബ് ചെയ്യുന്ന ഇതൻ ഇവിടെ മുൻകടന്നിരിക്കുന്നു. അടുത്തെന്താണ്? യതഅബുൽ ഇൻസാന ഫീ സിഗരി, ചെറുപ്പത്തിൽ കുട്ടി നല്ല ക്ഷീണിക്കുന്നു. കയ്യസ്തരീഹ, മനുഷ്യൻ ക്ഷീണിക്കുന്നു, നല്ല പ്രയാസപ്പെടുന്നു. കയ്യസ്തരീഹ ഫീ കിബരി, വലുപ്പകാലത്ത് നല്ല സന്തോഷത്തോടെ റാഹത്തോടെ നടക്കാൻ വേണ്ടി എന്നർത്ഥം. അവിടെ കയ്യസ്തരീഹയാണ് അവിടുത്തെ കാരണം. സബഖതുഹു കൈ നാസിബ, നസ്ബ് ചെയ്യുന്ന കൈ മുൻകടന്നിരിക്കുന്നു. നിങ്ങൾ അന്ന് ചിലർ മറ്റൊരു രൂപത്തിൽ എഴുതി. എങ്ങനെയായാലും എന്ത് അതിൽ നിന്ന് മനസ്സിലാവണം എന്നുള്ളൂ കേട്ടോ. ലി ദുഖൂലിഹി കൈ നാസിബ എന്ന് എഴുതാ, അല്ലെങ്കിൽ ലി സബഖിഹി കൈ നാസിബ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എഴുതാൻ മനസ്സിലാകുന്ന കാര്യത്തിൽ. പിന്നെ രണ്ടാമത്തെ വർക്ക് അത്തമീമിൽ ജുംലൽ ആത്തിയ ബിവാല ഫെയിലി മുലാരി മുലായിമി വഷ്കുൽ ആഖറഹു. ഇവിടെ നിന്ന് കുറച്ച് ഇതുണ്ട്, സാഹചര്യം. ഈ ജുംല പൂർത്തിയാക്കാനാണ് പറഞ്ഞത്. ഇവിടെ യോജിച്ച് എന്ത് എഴുതണം? ഫെയിലി മുലാരി മൻസൂബുകൾ എഴുതണം. അതിൻ്റെ അവസാനം മൻസൂബ് ആണെങ്കിൽ മൻസൂബിൻ്റെ സാഹചര്യമായതുകൊണ്ട് മൻസൂബ് വ്യക്തമാക്കുകയും ചെയ്യണം.
അപ്പോൾ ഒന്നാമത്തെ യസുറൂനി എന്നെ സന്തോഷിപ്പിക്കുന്നു അന്ത തവഫഖ നീ ഏറ്റവും ഉന്നതിയിലെത്താൻ എന്നർത്ഥം. ഇതുപോലെ നിങ്ങൾ എഴുതിയതൊക്കെ ശരിയായിരിക്കും. ഇതൊരു മറ്റൊരു ഉദാഹരണമാണെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തത് യഅ്കുലുൽ ഇൻസാനു മനുഷ്യർ തിന്നുന്നു കൈ ആയിഷ ജീവിക്കാൻ വേണ്ടി തിന്നുന്നു. അല്ലേ? അല്ല, ജീവിക്കാൻ വേണ്ടി തിന്നുന്നു, അല്ലാതെ തിന്നാൻ വേണ്ടി ജീവിക്കലല്ലോ. മനുഷ്യൻ തിന്നുന്നു കൈ ആയിഷ ജീവിക്കാൻ വേണ്ടി, അല്ലാതെ ആയിഷുൽ ഇൻസാന് കൈ വെക്കൂല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. എന്ത് തിന്നാൻ വേണ്ടി ജീവിക്കുക എന്ന് പറയാൻ പറ്റുമോ? ജീവിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? മനുഷ്യൻ ഭക്ഷിക്കുന്നു. പിന്നെ അൽ ഹസൂദു, അല്ല ഹസൂദ് എന്ന് പറഞ്ഞാൽ നല്ല അസൂയയുള്ള ആളെന്നർത്ഥം. അല്ല അസൂയ വെക്കുന്ന ആളില്ല യസൂദ, അവൻ നേതാവുകയില്ല, സയ്യിദാവുകയില്ല എന്ന അർത്ഥത്തിന് കേട്ടോ. അവൻ സാദ, യസൂദ് പറഞ്ഞാൽ നല്ല നേതാവുക, സയ്യിദിൻ്റെ അസല് സയ്യിദാണ്. അപ്പോൾ യസൂദ് അവൻ നേതാവാവും, അസൂയയുള്ള ഈ മനസ്സിൽ അസൂയ വെച്ച് കൊടുക്കുന്ന അസൂയ നിറച്ച് നടക്കുന്ന ആളുകൾ എന്താവുകയില്ല, നേതൃത്വ നിരയിലേക്ക് വരികയില്ല. വന്നാൽ തന്നെ അതൊരു അവനക്കൊരു പരീക്ഷണമായിരിക്കും, അവർ നേതാവുകയില്ല. നാലാമത്തത് അലൽ മുസാഫിരി, മുസാഫിറിനിക്ക് നിർബന്ധമാണ് അയ്യുഫ്തിറ, എന്താണ് അയ്യുഫ്തിറ എന്ന് പറഞ്ഞാൽ നോമ്പെടുക്കണ്ട, നോമ്പ് മുറിക്കലാണ് അവനിക്ക് നല്ലത് അല്ലേ. യാത്രക്കാരനിക്ക് അയ്യുഫ്തിറ, അവൻ നോമ്പ് ഒഴിവാക്കലാണ് നല്ലത് എന്ന അർത്ഥത്തിനിക്ക്. ഇസ്തറൈത്തു മൻസിലൻ, ഞാനൊരു വീട് വാങ്ങി, കൈ അസ്കു ഫീഹ, ഞാൻ അവിടെ താമസിക്കാൻ വേണ്ടി. ഇവിടെയൊക്കെ അന്യത്തഫഖഫ ലൻ യസൂദ കൈ ആയിഷ അൻ യുഫ്തിറ കൈ അസ്കുന, അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. ഇതൻ ഉറ്റു ഇല ദംബി, ഇതൻ ഉറ്റ ഇല ദംബി, നീ തെറ്റിലേക്ക് തന്നെ മടങ്ങി. ഇൻ ഉറ്റ ഇല ദംബി അങ്ങനല്ല, ഇൻ ഉറ്റ ഇല ദംബി, നീ തെറ്റിലേക്ക് മടങ്ങിയാൽ ഫലൻ തുഫ്ലിഹ, നീ വിജയിക്കുകയില്ല. ലൻ തുഫ്ലിഹ, നീ വിജയിക്കുകയില്ല. അടുത്തത് യഹ്റുസുൽ ഫല്ലാഹു അൽ അർള, ആരെ കർഷകൻ ഭൂമിയെ ഉയ്തുമറിക്കുന്നു എന്തിനിക്ക്, കൈ ഇവിടെ ഉണ്ടല്ലോ, അവിടെ മനസൂബാണ് യസ്റ, അവിടെ കൃഷി ചെയ്യാൻ വേണ്ടി. അടുത്തത് യർഗബു താജിറു, കച്ചവടക്കാരൻ ആഗ്രഹിക്കുന്നു, ഫി അൻ യർബഹ, ഒരുപാട് ലാഭമുണ്ടാവാൻ ആഗ്രഹിക്കുന്നു, ലാഭമുണ്ടാവുന്നതിൽ ആഗ്രഹിക്കുന്നു എന്നർത്ഥം. അതുപോലെ തന്നെ അടുത്തത് യുലിമുൽ ഐനു, കണ്ണ് വേദനിക്കുന്നു, അന്തർമദ, ചെങ്കണ്ണ് ബാധിച്ചാൽ എന്ത് ചെയ്യുന്നു, ചെങ്കണ്ണ് ആയാൽ കണ്ണ് വേദനയാവുന്നു. ഓക്കെ, ചെങ്കണ്ണാവൽ, റമദ എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ അസുഖമാണ്, കണ്ണിന് അസുഖമാവൽ, കണ്ണിനെ വേദനിപ്പിക്കുന്നു എന്നൊക്കെ അർത്ഥം. പിന്നെ അടുത്തത് എന്താണ്, പത്താമത്തത് അത്തിൽമീദുൽ കസ്ലാൻ, മടിയനായ കുട്ടി ലയൻജഹ, അവൻ വിജയിക്കുകയേ ഇല്ല. പിന്നെ അടുത്തത് എന്താണ്, യസ്തുഖു താജിറു, കച്ചവടക്കാരൻ സത്യം പറയുന്നു, കയ്യുസ്ബിഹ മഹബൂബൻ, അവൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവനായി തീരാൻ വേണ്ടി അവൻ സത്യം പറയുന്നു, കയ്യുസ്ബിഹ അല്ലേ, ആവാൻ. അടുത്തത് എന്താണ്, പന്ത്രണ്ടാമത്തെ തുൻഷൗൽ ഫനാദിഖു, റെസ്റ്റോറൻറ്റുകൾ നശ തുടങ്ങുന്നു അല്ലെങ്കിൽ ഉണ്ടാക്കപ്പെടുന്നു അർത്ഥത്തിനിക്കാണ്. കൈ എൻസില ഫിഹൽ ഖുറബാ, അതന്നെ, ഈ റെസ്റ്റോറൻറ്റുകളൊക്കെ എന്തിനാണ് ഉണ്ടാക്കപ്പെടുന്നത്, കൈ എൻസില ഇറങ്ങാൻ വേണ്ടി, ഫിഹ ആ റെസ്റ്റോറൻറ്റുകളിൽ ഇറങ്ങാൻ വേണ്ടി, അൽ ഖുറബാ വിദേശികൾ, ഒരുപാട് പുറത്തുനിന്ന് വന്ന ആളുകൾ ഇറങ്ങാൻ വേണ്ടിയാണ് ഈ റെസ്റ്റോറൻറ്റുകൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ തുബ്ന സുജൂൻ, ജയിലുകൾ ഉണ്ടാക്കപ്പെടുന്നു, കൈ വേണ്ടി, എന്തിന്, യുസ്ജന ഫീഹൽ അശ്റാർ, തെമ്മാടികളായ ആളുകളെ അതിലടക്കാൻ വേണ്ടി, സജന എന്ന ജയിലിലടക്കുക, അപ്പോൾ കൈ യുസ്ജന. അതുപോലെ തന്നെ ലായസ്തത്തി ഉലാമ, അന്ധനിക്ക് സാധിക്കുകയില്ല, അയ്യുബസിറ, കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ നിങ്ങൾ ഇതും ശരിയായിരിക്കും, ചിലതൊക്കെ നോക്കിയിട്ടുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇനിയും എപ്പോഴും ചോദിക്കട്ടോ. ഏതായാലും ഇത് ഇങ്ങനത്തെ ഒരു പ്രയോഗം കൂടി പറ്റും എന്നുകൂടി മനസ്സിലാക്കുക. പിന്നെ അടുത്തത് മൂന്നാമത്തെ വർക്ക് എന്തായിരുന്നു, അജിബൻ ജുംലിൽ ആത്തിയ ബിജുംലിൻ തബ്തദി കുല്ലു വാഹിദത്തിൻ മിൻ ബിഫഅലിൻ മുളാരി മസ്ബൂഖൻ ബി ഇദൻ. ഇവിടെയൊക്കെ എന്താ പറയുക, നമ്മൾ ഇവിടെ ഓരോരോ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടിയായിട്ട് ഇതൻ വെച്ചിട്ട് മറുപടി എഴുതണം. ഓക്കെ, ഒന്നാമത്തത് സഹദി ഇലൈക കിതാബൻ, ഞാൻ എനിക്ക് കിതാബ് തരുമെന്ന് പറഞ്ഞ ആളോട് മറുപടി എന്ത് പറയുക, ഇതൻ അൻതഫി അബിഹി, ഞാൻ അതുകൊണ്ട് ഉപകാരമെടുക്കും അല്ലേ. രണ്ടാമത്തത് എന്താണ്, സഅസ്റഉ നഖലൻ കസീറ, ഞാൻ ഒരുപാട് ഈത്തപ്പനകൾ കൃഷി ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അവനോട് എന്താ മറുപടി പറയുക, ഇതൻ യക്സുറു തമ്രത്തുക, അങ്ങനെ ഒരുപാട് കൃഷി ചെയ്താൽ നിൻ്റെ ഈത്തപ്പനകളും അധികരിക്കും. പിന്നെ മൂന്നാമത്തെ സാംതനി അനിൽ മിസാഹ്, തമാശയിൽ നിന്നും ഞാൻ മാറി നിൽക്കും എന്ന് പറഞ്ഞ ആളോട് എന്താ മറുപടി പറയുക, ഇതൻ യുഹിബ്ബക അസ്ഹാബുക, അപ്പോൾ എന്ത് ചെയ്യും, യുഹിബ്ബുക നിന്നെ ഇഷ്ടപ്പെടും, അസ്ഹാബുക നിൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നെ ഇഷ്ടപ്പെടും.
പിന്നെ അടുത്തത് എന്താണ്? നാലാമത്തത് യഅ്കുലു അലിയുൻ കസീർ, അലി ഒരുപാട് തിന്നുന്നു എന്നാണ്. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അതിനൊക്കെ ഒരു മറുപടി ആയിട്ട് എന്താ പറയുക? ഇദൻ യുസ്ബിഹ ബദീനൻ, അല്ലേ? അതന്നെ, അവന് നല്ല തീറ്റക്കാരൻ, നല്ല തടിയുള്ള ആളായിട്ട് മാറുന്നർത്ഥം. ബദൻ ശരീരം, നല്ല നല്ല തടിയുള്ള, നല്ല നല്ല എന്താ പറയുക, ആരോഗ്യമുള്ള നല്ല തടിയുള്ള ആളായിട്ട് മാറും എന്നർത്ഥം. പിന്നെ അടുത്തത് എന്തായിരുന്നു? അഞ്ചാമത്തെ സതൽഅബു ഫിർഖത്തുന ഗദൻ, നാളെ നാളെ ഞങ്ങളുടെ ടീം കളിക്കുകയാണ് എന്ന് പറഞ്ഞു. സതൽഅബു ഫിർഖത്തുന, ഞങ്ങളുടെ ടീം കളിക്കും ഗദൻ, നാളെ. അങ്ങനെ പറഞ്ഞ ആളോട് മറുപടി ആയിട്ട് എന്ത് പറയുക? ഇദന്നു ഷജ്ജിഉഹ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫുൾ സപ്പോർട്ടില്ലേ? ഇദന്നു ഷജ്ജിഉഹ, നമ്മൾ നുഷജ്ജിഉ, നമ്മൾ പ്രോത്സാഹിപ്പിക്കും, അതിനെ പ്രോത്സാഹിപ്പിക്കും. പിന്നെ അടുത്തത് ആറാമത്തത് എന്താ? ലാ യനാമു ഹാദ തിഫ്ലു ഇല്ലാ ഖലീല, ഈ കുട്ടി എന്താ പറയുക, കുട്ടികൾ ഉറക്കം ഒരുപാടുണ്ടാവുമല്ലോ. കുട്ടികൾ മീൻസ് ചെറിയ 5 വയസ്സിന് മുമ്പുള്ള കുട്ടികളുടെ, നമ്മളെ പോലത്തെ കുട്ടികളല്ല കേട്ടോ. അപ്പോൾ ചെറിയ കുട്ടികൾ, ലാ യനാമു തിഫ്ലു, ഈ തിഫ്ലി എന്ന് പറഞ്ഞാൽ നമ്മളെ തിഫ്ലിൽ നിന്ന് പോന്നിക്കണേ, നമ്മളൊക്കെ എന്തായിക്കണേ, വലിയ ആളുകളായിക്കണേ, യുവാക്കളായില്ലേ. അപ്പോൾ ലാ യനാമു ഹാദ തിഫ്ലു, ഈ കുട്ടി ഉറങ്ങുകയില്ല, ഇല്ല ഖലീലന്, കുറച്ചല്ലാതെ. അപ്പോൾ അതിനെന്ത് മറുപടി പറയുക? ഇദൻ യളുഅഫ ബദനഹു, അവൻ്റെ ശരീരം ശോഷിക്കും, അവൻ ബലഹീനനായി മാറും. കുട്ടി ഉറങ്ങണം, കുട്ടികൾ ഉറങ്ങണം, എന്നാലേ എന്തേ ഉള്ളൂ, അവരുടെ ശരീരം ശരിയാവുകയുള്ളൂ. നല്ല അവരുടെ ആരോഗ്യത്തിൻ്റെ ഒരു നിയമം തന്നെയാണ് ഇത്ര മണിക്കൂർ ഉറങ്ങണം എന്നൊക്കെ ഉണ്ടല്ലോ. കുട്ടികൾ അതുകൊണ്ടാണ് എന്ത് പകലിലൊക്കെ ഒരുപാട് ഉറങ്ങാറുള്ളത്. അപ്പോൾ നമ്മളൊന്നും ആയി പെട്ടതല്ല കേട്ടോ. ഇദൻ യളുഅഫ ബദനഹു, അപ്പോൾ ആ കുട്ടിയുടെ ശരീരം എന്താകും? ബലഹീനമായി മാറും, ശക്തിയില്ലാതായി മാറും. അടുത്തത് എന്താണ്? ഏഴാമത്തത് ലാ യദ്ഖുറു ഹാദ റജുല മിൻ മാലിഹി ഷൈഅൻ, ഈ മനുഷ്യൻ ഒരു പൈസ എടുത്തേക്കണില്ല. അങ്ങനെ ആകുമ്പോൾ അങ്ങനെ ഒരാളിനോട് പറഞ്ഞാൽ എന്താ മറുപടി? ഇദൻ യൻദമു ഫീ മുസ്തഖ്ബിലിഹി, ഭാവിയിൽ അവൻ ഖേദിക്കും. അവനക്ക് പൈസ ആവശ്യം വരുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല, അവൻ ഖേദിക്കും. പിന്നെ എട്ടാമത് സതുംതിറു സമാഉ ബഅദ ഖലീൽ, അല്പസമയങ്ങൾക്ക് ശേഷം മഴ എന്താവും? മഴ എങ്ങനെ പെയ്യും എന്നർത്ഥം. ആകാശം മഴ പെയ്യുന്നതായി, അല്പസമയത്തിന് ശേഷം ആകാശത്ത് നിന്ന് മഴ പെയ്യും. അപ്പോൾ അതിന് മറുപടി ഇദൻ തഖ്ലു ശവാരിഉ മിനൽ മാറത്തി, അപ്പോൾ ഇദൻ തഖ്ലു, ഒഴിവാകും, ശവാരിഉ, റോഡുകളൊക്കെ ഒഴിവാകും, മിനൽ മാറത്തി, നടന്നു പോകുന്ന ആളുകൾ, മാറത്ത് നടക്കുന്ന ആളുകൾ. അപ്പോൾ അങ്ങനത്തെ ആളുകളൊന്നും ഉണ്ടാവില്ല എന്നർത്ഥം. പിന്നെ അപ്പോൾ റോഡുകൾ ഖാലിയാകും മഴ പെയ്താൽ. അടുത്തത് എന്താണ്? ഇദൻ തബയ്യന ലി അന്ന ഹാദ താജിറു കദൂബൻ, ഈ കച്ചവടക്കാരൻ കളവ് പറയുന്നവനാണെന്ന് എനിക്ക് വ്യക്തമായി എന്നൊരാൾ പറഞ്ഞാൽ, ഇദൻ അഷ്തരിയ മിൻ ഗൈരി, ഇദൻ അപ്പോൾ അഷ്തരിയ ഞാൻ വാങ്ങും, മിൻ ഗൈരി ഇദ്ദേഹമല്ലാത്തവരിൽ നിന്നും ഞാൻ വാങ്ങും. അടുത്തെന്താണ്? അലിംതു അന്ന സ്വദീഖന മരീലുൻ, ഞങ്ങളുടെ കൂട്ടുകാരൻ രോഗിയാണെന്ന് ഞാൻ മനസ്സിലാക്കി, ഞാൻ അറിഞ്ഞു. അപ്പോൾ ഇതന്നെ സൂറുഹു, നമ്മൾ അപ്പോൾ അദ്ദേഹത്തെ സന്ദർശിക്കും. ഓക്കെ, അപ്പം എത്രാമത്തെ? 3 മാർക്ക്. ഇനി നാലാമത്തെ വർക്ക് വളരെ സിമ്പിൾ വർക്കായിരുന്നു. ലോഫിൽ മക്കാനിൽ ഖാലി അഹദൽ ഹർഫൈനി അൻ കൈ വഷ്കുൽ ആഖിൽ മുലാരി ബാദഹുമ, ഇവിടെ അന്നോ കയ്യോ ചേർത്ത് കൊടുക്കണം. അതിന് ശേഷമുള്ള മുലാരി ആ ഫീലിൻ്റെ അവസാനം വ്യക്തമാക്കാനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഉഹിബു അനുസാഫിറ, അതുപോലെ രണ്ടാമത്തത് ജിഅ്തു കൈ ഉസല്ലിമ അലൈക, ഒക്കെ അതിൻ്റെയൊക്കെ അർത്ഥം അറിയില്ലേ. പിന്നെ മൂന്നാമത്തത് എന്താണ്? യസുറുനി അൻ അൻജഹ, അല്ലേ? എന്നെ സന്തോഷിപ്പിക്കുന്നു, അൻ അൻജഹ, അവൻ വിജയിക്കൽ എന്നർത്ഥത്തിലേക്ക്. പിന്നെ അടുത്തത് നാലാമത്തത് അസ്റാഅ്തു, ഞാൻ വേഗത്തിലാക്കി, കൈ ഉദിരികൽ ഖിത്താറ, ട്രെയിൻ കിട്ടാൻ വേണ്ടി. അതുപോലെ അഞ്ചാമത്തത് എന്താണ്? യുലിമുനി, എന്നെ വേദനിപ്പിക്കുന്നു, എന്ത്? അൻ തുഅദിബനി, ശിക്ഷിക്കൽ, അൽ ഹയവാന, ജീവികളെ നീ ബുദ്ധിമുട്ടിക്കൽ എന്നൊക്കെ അർത്ഥത്തിനിക്ക്. അവൻ അനുസരിച്ചു, കയ്യുഹിബ്ബഹു അബൂഹ, അവൻ്റെ ഉപ്പ അവനെ ഇഷ്ടപ്പെടാൻ വേണ്ടി. പിന്നെ അഞ്ചാമത്തവർക്ക് ലന്നിനെ ഈ ഇതിലേക്ക് കടത്താനായിരുന്നു. ഫി കുല്ലി മുലാരിയും ഫിൽ ജുമലിൽ ആത്തിയ വഷ്കുല്ലാഹ്റു, ലന്ന് കടത്തിയാലുണ്ടാകുന്ന മാറ്റങ്ങൾ അടയാളപ്പെടുത്തുകയും ചെയ്യണം. അപ്പോൾ യഊദുൽ ഗായിബു എന്നുള്ളിടത്ത് ലൻ യഊദൽ ഗായിബു, അല്ലേ? പിന്നെ രണ്ടാമത്തെ എന്താണ്? മുഹമ്മദുൻ ലൻ യതഅഖറ, അല്ലേ? ഇവിടെ യതഅഖറു മാറി യതഅഖറ എന്നാവും. ഫിസിബാഹി ഇവിടെ പിന്തുന്നു അർത്ഥം. അപ്പോൾ ലൻ യതഅഖറ പിന്തുന്നില്ല എന്നാവും, അർത്ഥം മാറ്റം വരും. അതുപോലെ തന്നെ തഅഖറ എന്നാവും. പിന്നെ മൂന്നാമത്തത് ഉസാഫിറു വഹദി, അപ്പോൾ ലൻ ഉസാഫിറ വഹദി, ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയില്ല. പിന്നെ അൽ മുദ്നിബു, തെറ്റുകാരൻ, യഊദു ഇല ദംബി, തെറ്റിലേക്ക് മടങ്ങുന്നു. അപ്പോൾ ലൻ കടത്തിയാൽ ലൻ യഊദ ഇല ദംബി, അവൻ അവൻ്റെ തെറ്റിലേക്ക് മടങ്ങുകയില്ല.
ഓക്കെ, ലന്നെ വന്നാൽ പിന്നെ യൗ ദ എന്നാവും. പിന്നെ അടുത്ത എന്താണ്, അഹൂക യതഅറദു ലിൽ ബർദ്, അവൻ തണുപ്പത്ത് ഇതാവുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താ പറയുക, അഹൂക ലൻ യതഅറള ലിൽ ബർദി. അതുപോലെ തന്നെ അബ്തിഉ ഫിൽ മശി, വേഗത്തിൽ ലൻ അബ്തിഅ ഫിൽ മശി എന്നാവും അത് മാറ്റം വന്നാൽ. ഓക്കെ, പിന്നെ നമ്മൾ ആറാമത്തെ വർക്ക് പറഞ്ഞിരുന്നത് എന്തായിരുന്നു? ആറാമത്തെ വർക്ക് ഈത്തിബി സമാനി ജുമലിൻ, 8 ജുംലകൾ ഉണ്ടാക്കണം. 8 ജുംലകൾ ഉണ്ടാക്കണം. അതിൽ വികുല്ലി മിന്ന മുലാരി മസ്ബൂക്കിൻ ബിഹർഫിൻ നാസിബിൻ വസ്തഫി ജമിയൽ ഹർഫിൻ നാസിബ എന്നായിരുന്നു. ആറാമത്തെ വർക്ക് നമ്മൾ പറഞ്ഞത് 8 എന്തുണ്ടാക്കണം, ജുംലകൾ ഉണ്ടാക്കണം. അതിലൊക്കെ എന്തുണ്ടായിരിക്കണം, മുലാരിയായ ഫീലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നെസ്ബിൻ്റെ 4 ഹർഫുകൾ 2 2 2 എന്നുള്ളതിൽ എഴുതണം. അന്നിന് 2 എണ്ണം, ലെന്നിന് 2 എണ്ണം, അതുപോലെ തന്നെ ഇതന്നെ 2 എണ്ണം, അങ്ങനെ കയ്യിക്കും 2 എണ്ണമായിട്ട് എഴുതണം എന്നാണ് പറഞ്ഞത്. അത്രേ ഉള്ളൂ. അപ്പോൾ ഒഹിബു അൻതുഖ്ലിസ ഫി തലബൽ ഇൽമി, ഒഹിബു ഞാൻ ഇഷ്ടപ്പെടുന്നു, അൻതുഖ്ലിസ നീ തനിക്കണം, ഫി തലബൽ ഇൽമി ഇൽമ പഠിക്കുന്നതിൽ മാത്രമായിരിക്കണം നിൻ്റെ ശ്രദ്ധ ആവണമെന്നാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. രണ്ടാമത്തെ എന്താണ്, യുസ്ഇദുനി അൻ തഅതിയ ഇലൈന ഫി ബൈതിന, യുസ്ഇദുനി എന്നെ സന്തോഷിപ്പിക്കുന്നു, എന്നെ ആനന്ദിപ്പിക്കുന്നു, അൻതഅതിയ നീ വരൽ, ഇലൈന ഞങ്ങളുടെ അടുത്തേക്ക്, ഫി ബൈതിന ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങളുടെ അടുത്തേക്ക് വരൽ എന്നെ സന്തോഷിപ്പിക്കുന്നു. അടുത്ത ലൻ അഖൂല ഞാൻ പറയുകയില്ല, ഇല്ലൽ ഹഖ സത്യമല്ലാതെ. ഇവിടെ ലൻ അഖൂല അൻ തുഖ്ലിസ അൻ തഅതിയ. അതുപോലെ തന്നെ ലൻ ഉഹിബ്ബ അദുവി ഞാൻ എൻ്റെ ശത്രുവിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ തന്നെ നീ കൈ ദാക്കിർ ദുറൂസക നിൻ്റെ പാഠങ്ങളെ നീ ആവർത്തിപ്പിച്ചു കൊണ്ടേയിരിക്കുക, കൈ തഞ്ചഹ നീ വിജയിക്കാൻ വേണ്ടി. ഇതൊക്കെ നിങ്ങൾക്ക് നല്ല നിർദ്ദേശങ്ങളാണ് കേട്ടോ. ദാക്കിർ ദുറൂസക നിൻ്റെ പാഠങ്ങൾ നീ ആവർത്തിച്ചു കൊണ്ടിരിക്കുക, കൈ തഞ്ചഹ നീ വിജയിക്കാൻ വേണ്ടി. അതഅല്ലമു ഞാൻ പഠിക്കുന്നു, കൈ അൻഫഅവതനി എൻ്റെ നാട്ടിന് ഉപകാരമുണ്ടാകാൻ വേണ്ടി എനിക്കും വേണം, അതുപോലെ തന്നെ എൻ്റെ നാടിന് ഉപകാരം ഉണ്ടാകാൻ വേണ്ടി. പിന്നെ ഇതെന്ന് വെച്ചിട്ടാണ് ഫി ജവാബി മൻ ഖാല, ഇങ്ങനെ പറഞ്ഞ ആളോട് സ ആത്തി ഖദ് ഞാൻ നാളെ വരാം എന്ന് പറഞ്ഞ ആളോട് എന്താണ്, ഇതൻ അൻതളിറുക അപ്പോൾ ഞാൻ നിന്നെ പ്രതീക്ഷിച്ചിരിക്കും, അപ്പോൾ ഈ അൻതളിറു ഞാൻ പ്രതീക്ഷിച്ചിരിക്കും നിന്നേക്ക. ഓക്കെ, പിന്നെ മറ്റൊരു അജിത്തഹിദ് ഫി ഫഹ്മി ദുറൂസ് എൻ്റെ പാഠങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഞാൻ നല്ല പരിശ്രമിക്കുമെന്ന് പറഞ്ഞാൽ അവരോട് അങ്ങനെ മറുപടി പറയും, ഇതെന്ത തവഫക്ക അങ്ങനെ ആകുമ്പോൾ നീ ഉന്നതിയിൽ വിജയിക്കും. ഓക്കെ, പിന്നെ അടുത്ത വർക്ക് എന്തായിരുന്നു, ഏഴാമത്തെ വർക്ക് അജിബൻ അൽ അസ്ഇലത്തിലാത്തിയ ബിജുമലിൻ യസ്തമിലു കുല്ലു മിൻഹ അലാ ഫിഅലിൻ മുളാരിഇൻ മൻസൂബിൻ. ഇവിടെ ഓരോ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എന്തായിരിക്കണം, മുളാരി മൻസൂബുള്ള ഉത്തരങ്ങളായിരിക്കണം. മുളാരി മൻസൂബ് പറഞ്ഞാൽ ഫീൽ വേണ്ടവരും, അതുപോലെ തന്നെ ഫീലിൻ്റെ മുമ്പ് ഏതെങ്കിലും നാലാലൊരു ഹർഫം വരേണ്ടി വരും. അങ്ങനെ ഇതിനൊക്കെ ഉത്തരം എഴുതണം. മല്ലതി തഖ്ഷാഉ ഇദാ ലഅബത ബിന്നാർ, തീ കൊണ്ട് കളിച്ചാൽ നീ എന്താണ് ഭയക്കുന്നത്, തീ കൊണ്ട് കളിച്ചാൽ നീ എന്താണ് ഭയക്കുന്നത്. അപ്പോൾ മറുപടി അഖ്ഷ ഞാൻ ഭയക്കുന്നു, അൻ തഹ്തരിഖ യദി എൻ്റെ കൈ പൊള്ളൽ, എൻ്റെ കൈ കരിയലിനെ ഞാൻ ഭയക്കുന്നു. രണ്ടാമത്തെ ചോദ്യം എന്താണ്, ഹൽ തുഖാലിഫ അവാമിറ മുഅല്ലിമിക നിൻ്റെ അധ്യാപകൻ്റെ കൽപ്പനകളെ നീ എതിര് ചെയ്യാറുണ്ടോ. മറുപടി ലൻ ഒഖാലിഫ അവാമിറ മുഅല്ലിമി എൻ്റെ അധ്യാപകൻ്റെ കൽപ്പനകൾ ഞാൻ എതിര് ചെയ്യാറില്ല. ഇതെല്ലാവർക്കും പറയാൻ പറ്റുമെന്ന് നിങ്ങൾ തന്നെ സ്വയം ആലോചിക്കട്ടോ. ഏതായാലും ലൻ ഒഖാലിഫ ഞാൻ എതിര് ചെയ്യാറില്ല, അവാമിറ മുഅല്ലിമി എൻ്റെ അധ്യാപകൻ്റെ കൽപ്പനകളെ ഞാൻ മുഴുവനായിട്ട് എന്താറില്ല, എതിര് ചെയ്യാറില്ല എന്ന് പറയാം ചിലർക്കല്ലേ. ഏതായാലും ഞാൻ എതിര് ചെയ്യാറില്ല. ഉഹിബു അടുത്തെന്താണ്, മാതാ തുഹിബു അക്കലഹു മിനൽ ഫാക്കിഹത്തി നീ പഴങ്ങളിൽ എന്ത് തിന്നാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഉഹിബു ഞാൻ ഇഷ്ടപ്പെടുന്നു, അൻ ആക്കുല തുഫാഹ എന്ത് തിന്നൽ, ആപ്പിൾ തിന്നലാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, നാലാമത്തെ ചോദ്യം ലിമ ദഖൽതൽ മദ്രസ നീ സ്കൂളിൽ അല്ലെങ്കിൽ ഇനി മദ്രസയിൽ എന്തിനാണ് പോയത്, എന്തിനാണ് നീ മദ്രസയിൽ പ്രവേശിച്ചത്. അപ്പോൾ ദഖൽതു ഞാൻ പ്രവേശിച്ചു, അൽ മദ്രസത്ത മദ്രസയിൽ, കൈ അതഅല്ലമ ഞാൻ പഠിക്കാൻ വേണ്ടി. ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടതല്ല നുഖാലിഫ അൻ തഅതരിക അൻ ആക്കുല കൈ അതഅല്ലമ. അടുത്തത് മാതാ തഖൂലു ലിമൻ ഖാല ഇങ്ങനെ പറഞ്ഞ ആളോട് നീ എന്താണ് പറയുക, സഅഖ്താറുൽ അസ്തിഖാ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇദൻ തഖ്താറഹും അപ്പോൾ നിന്നെയും അവർ തിരഞ്ഞെടുക്കും, ബിനായത്തിൻ നല്ല ശ്രദ്ധയോടെ എന്ത് ചെയ്യും, അവർ നിന്നെയും സ്വീകരിക്കുമെന്നർത്ഥം. അടുത്തത് ലിമ തുറശുൽ ഷവാരിയോ ബിൽമ റോഡുകളൊക്കെ എന്തിനാണ് വെള്ളം തെളിക്കുന്നത്, റോഡുകളിലുള്ള കടകളിലേക്ക് എന്തിനാണ് വെള്ളം തെളിക്കുന്നത് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം പറയുമ്പോൾ തുറശു ഷവാരിയോ റോഡുകളൊക്കെ വെള്ളം തെളിക്കുന്നു, ബിൽമ ഈ വെള്ളം തെളിക്കുന്നു, കൈ തുസ്ബിഹ അജ്മല
നല്ല ഭംഗിയുള്ളതാവാൻ വേണ്ടി കൈ തുസ്ബിഹ ആവാൻ. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ് നമ്മൾ മറുപടി പറഞ്ഞപ്പോൾ മുളാരിയായ ഫീല് വന്നു, അതുപോലെ തന്നെ അത് മൻസൂബാവുകയും ചെയ്തു. മൻസൂബാകണമെങ്കിൽ ഹർഫുകൾ വരണം, ആ ഹർഫുകളും ഇവിടെ വന്നു. പിന്നെ നമ്മൾ എന്തായിരുന്നു ഈ 8ാമത്തെ വർക്ക് നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? അതിനെ ഒന്ന് ഇറാബ് വിശദീകരിക്കാനായിരുന്നു. അപ്പോൾ ഇതിൽ ചെയ്യാനുള്ളത് ജലസൽ വലതു കൈ യസ്തരി. അപ്പോൾ ജലസൽ വലതു ജലസ ഫീല് മാലി, അൽ വലതു ഫായില് മർഫൂ. അതുപോലെ തന്നെ കൈ എന്നുള്ളത് ഹർഫു നസ്ബിൻ അല്ലെങ്കിൽ ഹർഫുൻ നാസിബി എന്ന് എഴുതാം. പിന്നെ അതുപോലെ തന്നെ യസ്തരീഹ എന്നത് ഫീല് മുലാരിയാണ്, മൻസൂബുമാണ് കേട്ടോ. അത് വ്യക്തമാക്കി മനസ്സിലാക്കണം. ഓക്കെ. പിന്നെ അടുത്തത് ഇതൻ എന്നുള്ളത് രണ്ടാമത്തെ എന്താണ്? ഇതൻ യദ്ഹബു തഅബു എന്നാണ്. അപ്പോൾ ഇതൻ എന്നുള്ള ഹർഫു നസ്ബിൻ. അപ്പോൾ യദ്ഹബു എന്നുള്ള ഫീല് മുലാരി മൻസൂബ്. പിന്നെ ആ തഅബു എന്നുള്ളത് ഫായില് മർഫൂ. ഇത്രയേ ഉള്ളൂ. ഇനി സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. അസ്സലാമു അലൈക്കും.